ഫുട്ബോളിനെ ഏറെ സ്നേഹിക്കുകയും നെഞ്ചേറ്റം ചെയ്യുന്ന ഒരു ജില്ലയാണ് മലപ്പുറം. മലപ്പുറത്തെ ജനങ്ങൾ അവരുടെ ഒരു ഫുട്ബോൾ സ്നേഹമൊക്കെ നമുക്ക് ഒരുപാട് അറിയാവുന്നതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം മലപ്പുറത്തെ അരീക്കോട്ട് നടന്ന ഒരു സംഭവം ആ ഫുട്ബോൾ സ്നേഹത്തിന് മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ്. അവിടെ ടൂർണമെൻറ്റിൽ പങ്കെടുക്കാനായി ഐവറി കോസ്റ്റിൽ നിന്ന് എത്തിയ ഒരു താരത്തെ അവിടെ മത്സരത്തിനിടെ ഒരു സംഘം ആളുകൾ ചേർന്ന് മർദ്ദിക്കുന്നു, വംശീയമായി അധിക്ഷേപിക്കുന്നു എന്ന പരാതി ഉയരുകയാണ്. ഐവറി കോസ്റ്റ് താരമായ ഹസൻ ജൂനിയർ തന്നെ നേരിട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുകയാണ്. അതിനെ തുടർന്ന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. കണ്ടാലറിയാവുന്ന 15ഓളം പേർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് സമൂഹ മാധ്യമങ്ങളിലടക്കം കാണാനും സാധിക്കുന്നതാണ്. അജിബ് സർ, അവിടെ ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു അല്ലേ? നമ്മുടെ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പുറമേന്ന് ഒരുപാട് പേർ എല്ലാ വർഷങ്ങളും ഇവിടെ ടൂർണമെൻറ്റിനും സെവൻസിനും ഒക്കെ ആയിട്ട് വരുന്നതാണ്. ഇങ്ങനെയൊരു സംഭവം മുൻപുണ്ടായിട്ടില്ല അല്ലേ? അല്ല, ഈ മുമ്പുണ്ടായിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ചെറുപ്പക്കാരൻ്റെ അനുഭവത്തിൽ അദ്ദേഹം നൽകിയ പരാതിയിൽ പറയുന്നത് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ എന്താണ് ബ്ലാക്ക് മങ്കി എന്ന് വിളിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര സീരിയസ് ആയിട്ടൊരു പ്രശ്നമാണ്. അത് ഇതിന് മുമ്പുണ്ടായിട്ടുണ്ടോ ഇതിന് ശേഷം ഉണ്ടായെന്നുള്ളതല്ല പ്രശ്നം. ആ സംഭവം ശരിയാണെങ്കിൽ അത് വളരെ മോശമാണ്. കാരണം കേരളത്തിലെ ഫുട്ബോൾ ആരാധകരെ കുറിച്ച് ലോകം മുഴുവൻ പ്രശസ്തരാണ്. അപ്പോൾ ലോക പ്രശസ്ത ക്ലബ്ബുകൾ മുഴുവൻ ഇന്ത്യയല്ല കാണുന്നത്, കേരളത്തെയാണ് കാണുന്നത്. കേരളത്തെയാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. കേരളത്തിലെ ഫുട്ബോൾ ആരാധകരെ കുറിച്ചാണ് അവർ അഭിമാനം കൊള്ളുന്നത്. ഇപ്പോൾ വിദേശ ടീമുകളാണെങ്കിലും വിദേശ ക്ലബ്ബുകളാണെങ്കിലും കേരളത്തെ സവിശേഷമായി കാണുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ ഒരു പ്രാദേശിക സെവൻസ് ഫുട്ബോളിലാണെങ്കിൽ പോലും ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമെന്ന് നമുക്ക് അത് അന്താരാഷ്ട്ര തലത്തിൽ നിന്നാണ് നാണക്കേടാണ് ഒന്ന്. രണ്ട്, ഇപ്പോൾ മലപ്പുറത്ത് മുഴുവൻ നന്മ വഴിഞ്ഞൊഴുകുന്ന ഒരു ജില്ലയാണ്. അങ്ങനെയെന്നുള്ള ധാരണ എനിക്കില്ല. കേരളത്തിലെ എല്ലാ ജില്ലയിലും നന്മയുണ്ട്. അത് സവിശേഷമായി ചിലപ്പോൾ മലപ്പുറത്ത് കുറച്ച് കൂടുതൽ നന്മയുണ്ടാകും. കൂടുതൽ ആളുകളുണ്ട്. ഏറ്റവും ജനസംഖ്യയുള്ള ഒരു ജില്ല ആയതുകൊണ്ട് ചിലപ്പോൾ മലപ്പുറത്ത് കൂടുതൽ നന്മയുണ്ടാകാം. ജനസംഖ്യ കുറഞ്ഞ ജില്ലയിൽ ചിലപ്പോൾ കുറച്ച് നന്മയുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയ കാണാം, തെക്കന്മാരും വടക്കന്മാരും തമ്മിലുള്ള അടിയുണ്ടാവും. അപ്പോൾ മലപ്പുറം കോഴിക്കോടൊക്കെ നന്മയുടെ കേദാരവും തിരുവനന്തപുരം കൊല്ലമൊക്കെ വളരെ മോശപ്പെട്ട സ്ഥലമാണെന്നുള്ളൊരു ധാരണ. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് പറയുന്നതാണ്. എല്ലാ ജില്ലകളിലും അതിൻ്റേതായ നന്മകളുണ്ട്. ഓരോ രീതിയിലുള്ള പെരുമാറ്റ രീതികളുണ്ട്. ഇപ്പോൾ ഞാൻ തെക്കനാണ്. ഞാൻ തെക്കുന്ന് കോഴിക്കോട് വന്നു എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെയുള്ളവർ വളരെ നന്നായിട്ട് പെരുമാറുന്ന ആളാണെന്നാണ് എനിക്ക് ഫസ്റ്റ് തോന്നിയിട്ടുള്ളത്. നന്നായിട്ട് പെരുമാറുന്നവരാണ്. പക്ഷേ അവർ നന്നായി പെരുമാറുന്നു എന്നുള്ളതിനർത്ഥം അവർക്ക് ഭയങ്കര നന്മയാണെന്നല്ലല്ലോ. നന്മ എന്നുകൊണ്ട് അത് ആപേക്ഷികമായൊരു കാര്യം മാത്രമാണ്. എല്ലായിടത്തും നന്മയുണ്ട്, എല്ലായിടത്തും തിന്മയുണ്ട്. അപ്പോൾ മലപ്പുറത്തിന് സവിശേഷമായ നന്മ കൽപ്പിച്ചുകൊണ്ടത് അത് ശരിക്കും അവരോട് ചെയ്യുന്ന ദ്രോഹമാണ്. അങ്ങനെ സവിശേഷമായ നന്മ മലപ്പുറത്തിനൊന്നുമില്ല. മലപ്പുറത്തും ഇത്തരത്തിലുള്ള ആളുകളുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം. മലപ്പുറത്തും വംശവെറി ഉള്ളിൽ സൂക്ഷിക്കുന്ന ആളുകളുണ്ട്. ഇത് ശരിയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ അവിടെയുണ്ട്. അത് മറ്റു ജില്ലകളിലും ഉണ്ടാവും, മലപ്പുറത്ത് മാത്രമല്ല. ഇത് മറ്റിടത്തും ഉണ്ടാവാം. അത് പുറത്തു വരാനുള്ള സമയമാണ്. അപ്പോൾ കേരളത്തിന് തന്നെ അപഖ്യാതിയാണ് ആ സംഭവം. മലപ്പുറത്തിന് സവിശേഷമായി, കാരണം മലപ്പുറത്ത് ഫുട്ബോൾ ഫാൻസ് ധാരാളമുള്ള സ്ഥലമാണ്. ഫുട്ബോളിന് സാംസ്കാരികമായി പേരുള്ളൊരു ജില്ലയാണ്. എന്ന നിലയ്ക്ക് മലപ്പുറത്തിന് സവിശേഷമായി അത് അപമാനകരമാണ്. അത് തീർച്ചയായിട്ടും അപലപനീയമാണ്. അത് തുറന്നു കാട്ടപ്പെടണം, അത് തിരുത്തപ്പെടണം. അത്രേ അതിൽ പറയാം. യെസ്, അതാണ് വലിയ നാണക്കേടായി പോയി അല്ലേ സംഭവം. നാണക്കേട് മാത്രമല്ല, ഞെട്ടലുണ്ടാക്കുന്ന കാര്യവുമാണ്. കാരണം മലപ്പുറത്തെക്കുറിച്ചും മലപ്പുറത്തിൻ്റെ ഫുട്ബോൾ പ്രേമത്തെക്കുറിച്ചും അവരുടെ വലിയ വിശാലമായ മനസ്സിനെക്കുറിച്ചൊക്കെയാണ് നമ്മളിതൊരു വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. സുഡാനി ഫ്രം നൈജീരിയ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് വിദേശ താരങ്ങൾ ഇവിടെ വരികയും അവരോട് എങ്ങനെയാണ് മലപ്പുറത്തെ ലോക്കലായിട്ടുള്ള മനുഷ്യന്മാർ കാണിക്കുന്ന സ്നേഹം എന്താണ് എന്നത് പറഞ്ഞു തന്നൊരു സിനിമയൊക്കെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ആ ഒരു പിക്ചർ മനസ്സിലുള്ള ലോകത്തുള്ള മലയാളികളെ സംബന്ധിച്ച് ഈ സംഭവം അങ്ങേയറ്റം ഞെട്ടലുണ്ടാക്കുന്ന ഒന്നാണ്. അപ്പോൾ അജിംസ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മലപ്പുറമാണ് കേരളത്തിൻ്റെ നന്മയുടെ തലസ്ഥാനം എന്നൊരു ആഖ്യാനം ഉണ്ടാക്കുന്നതിൽ തന്നെ കുഴപ്പമുണ്ട്. അങ്ങനെ ആഖ്യാനം ഉണ്ടാക്കിയാലുള്ള കുഴപ്പം ഇത്തരം ചെറിയ സംഗതികൾക്ക് മുഴുവനും ആ ജില്ല ഉത്തരം പറയേണ്ടി വരും എന്ന പ്രശ്നം വരും. ഇതാണ് നിങ്ങളുടെ നന്മ എന്ന് ലോകം മുഴുവൻ ചോദിക്കും. അതുകൊണ്ട് നന്മയുടെ കുത്തക സ്വയം എടുത്ത് അണിയുകയോ അല്ലെങ്കിൽ അവർക്ക് പതിപ്പിച്ചു കൊടുക്കുകയോ ചെയ്യുമ്പോഴുള്ള കുഴപ്പം ഇതിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ മലപ്പുറം നന്മയുടെ കേന്ദ്രം, കൊല്ലമാണെങ്കിൽ മൊത്തം സംഘർഷങ്ങളുടെയും ഹെയ്റ്റിൻ്റെയും കേന്ദ്രം എന്ന് പ്രചരിപ്പിക്കുന്നതിനുള്ള കുഴപ്പം ഇതാണ്. കൊല്ലത്ത് എന്തുമാത്രം നല്ല മനുഷ്യന്മാരുണ്ട്, ബഹുഭൂരിപക്ഷം ആളുകളും നല്ലവരായിരിക്കും. പക്ഷേ എന്താണ്, അവിടെയുള്ള ആളുകൾ മൊത്തം പപ്പടം കിട്ടാത്തതിന് ലേസ് കിട്ടാത്തതിന് അടിയുണ്ടാക്കുന്ന ആൾക്കാരാണെന്നൊരു പ്രതീതി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് കൊല്ലത്തോട് ചെയ്യുന്ന ദ്രോഹം എന്തുമാത്രമാണോ അതുപോലെ തന്നെയാണ് ഇതിലുള്ളത്. പക്ഷേ മലപ്പുറം നന്മയില്ലാത്ത മനുഷ്യന്മാരുണ്ടെന്നുള്ളതല്ല, ഈ ബ്രാൻഡിങ്ങിൻ്റെ കുഴപ്പമാണിത്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് ഈ സംഗതി. ഇത് സെവൻസ് ഫുട്ബോളിൻ്റെ ഭാഗമായിട്ട് പലയിടത്തും അടി നടക്കുന്ന കണ്ടിട്ടുള്ളൂ. നമ്മളിതിനു മുമ്പും ഈ സീസണിലൊക്കെ തന്നെ പല സ്ഥലത്തും അടി നടന്നിട്ടുണ്ട്. പക്ഷെ അതുപോലെ അല്ല ഇത്. അയാൾ സംസാരിക്കുമ്പോൾ കരയുന്ന കാണുന്നത് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ്. ബ്ലാക്ക് മങ്കി എന്ന് വിളിച്ചു. ഞങ്ങൾ ജീവിക്കാൻ വേണ്ടിയാണ് ഇവിടെ വരുന്നത്, ഫുട്ബോളിനുള്ള പാഷൻ കൊണ്ടാണ് ഞങ്ങൾ അവിടുന്ന് ഇവിടെ വരുന്നത്. അപ്പോൾ വളരെ പരിമിതമായ ജീവിത സാഹചര്യത്തിൽ നിന്ന് വരുന്നവരാണ് ഞങ്ങൾ.
അപ്പോൾ ഞങ്ങൾക്ക് ഒരു സംരക്ഷണം കിട്ടുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് ഒരു സംരക്ഷണവും ഇല്ല. ഇനി വരാനിരിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ ലൈഫ് ത്രെട്ട് ഉണ്ടെന്നുള്ള സംഗതിയാണ്. അത് ഒരു മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ അപഖ്യാതിയാണ്. ഇത് നമ്മുടെ ഗസ്റ്റായിട്ട് വന്നിട്ടുള്ള ഒരാൾ ഇവിടെ എനിക്ക് ജീവിക്കാൻ പ്രയാസമാണ്, അല്ലെങ്കിൽ ഇവിടെ എനിക്ക് ത്രെട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ പരമൊരു അപമാനം വേറെ ഏറ്റുവാങ്ങാനില്ല. അപ്പോൾ അതുകൊണ്ട് അത് പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ലാത്തതാണ്. പോലീസ് അതിനകത്ത് ഏറ്റവും പ്രോപ്പറായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാക്കുകയും അതിൽ കുറ്റക്കാരായ ആളുകളുണ്ടെങ്കിൽ അവർക്കെതിരെ എടുക്കാൻ പറ്റുന്ന നടപടികൾ എടുക്കുകയും വേണം. അതിന് കൂടുതൽ കാര്യമുള്ള അതിൻ്റെ പേരിൽ ഒരു ജില്ലയെ ആകെ തന്നെ മലപ്പുറത്തിൻ്റെ ഉള്ളിലുള്ളത് കംപ്ലീറ്റ് വംശവെറിയാണ്, മലപ്പുറം ജില്ല ഒന്നാകെ എഴുന്നേറ്റ് നിന്ന് മാപ്പ് പറയാതെ ഈ പ്രശ്നം അവസാനിക്കില്ല എന്ന് പറയുന്നതിനകത്തും മുൻവിധിയുടെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ജില്ലയെ ഒന്നാകെ അധിക്ഷേപിക്കാനുള്ളതല്ല, കാരണം നമ്മൾ ഈ നന്മയുടെ കുത്തക എടുക്കുമ്പോഴാണ് ജില്ലയെ ഒന്നായ ആളുകൾ ഇറങ്ങി വരുന്നത്. സോ അതുകൊണ്ട് ഈ അവസരത്തെ മുതലെടുത്തുകൊണ്ട് മലപ്പുറത്തെ ആക്രമിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ആൾക്കാരുണ്ട്. അതിന് വേറെ ചില ലക്ഷ്യങ്ങളുണ്ടല്ലോ. അതായത് പാലക്കാട് ജില്ലയിൽ തോട്ട പൊട്ടി ആന മരിച്ചാൽ മലപ്പുറത്തിൻ്റെ തൊട്ടടുത്തുള്ള ജില്ലയിൽ ആന മരിച്ചുപോയി എന്ന് എഴുതുന്ന ആൾക്കാരുണ്ട്. മലപ്പുറത്തിന് തൊട്ടടുത്തുള്ള ജില്ലയിൽ ഇന്ന സംഭവം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് മലപ്പുറത്തെ കേന്ദ്രീകരിക്കുന്ന അവിടുത്തെ ഒരു ഡെമോഗ്രഫിയൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ഇതിനകത്തും ആ സാധ്യത കണ്ടെത്തുന്ന ആൾക്കാരെയും കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒപ്പം ഈ മോശം സംഗതി ചെയ്ത ആളെ തള്ളി പറഞ്ഞുകൊണ്ടുമാണ് നമുക്കതിനകത്ത് നീതിപൂർവകമായ ഒരു നിലപാടെടുക്കാൻ കഴിയുക. യെസ്, എന്തായാലും സംഭവം വളരെ മോശമായി. എന്തായാലും പോലീസ് കാര്യക്ഷമമായി തന്നെ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. പരാതി ലഭിച്ച ഉടൻ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് എന്നത് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇന്നത്തെ ഔട്ട് ഓഫ് ഫോക്കസ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം. നമസ്കാരം.